തിമിര ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർ അനുസരിക്കേണ്ട നിർദ്ദേശങ്ങൾ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആദ്യത്തെ 3 ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ കണ്ണിന്റെ വശത്തേക്ക് ചെരിഞ്ഞു കിടക്കുവാൻ പാടുള്ളതല്ല. ആദ്യത്തെ ഒരാഴ്ച പകൽ സമയങ്ങളിൽ നിർബന്ധമായും വെളുത്ത കണ്ണട ഉപയോഗിക്കണം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കണ്ണിൽ ചുവപ്പ് നിറം കാണുക, കണ്ണിൽ വെള്ളം വരിക, ചെറിയ നീറ്റൽ അനുഭവപ്പെടുക എന്നിവ സ്വാഭാവികമാണ്. എന്നാൽ വേദന കൂടുതലുണ്ടെങ്കിലോ കാഴ്ച കുറയുന്നത് പോലെ തോന്നിയാലോ ഉടൻ തന്നെ വന്ന് ഡോക്ടറെ കാണിക്കേണ്ടതാണ്. യാതൊരു കാരണവശാലും ശസ്ത്രക്രിയ ചെയ്ത കണ്ണിൽ തിരുമുകയോ തൊടുകയോ ചെയ്യരുത്. കൈ നല്ലവണ്ണം സോപ്പിട്ട് കഴുകി തുടച്ചതിന് ശേഷം തുള്ളിമരുന്ന് ഒഴിക്കേണ്ടതാണ്. യാതൊരു കാരണവശാലും മെഡിസിൻ ബോട്ടിലിന്റെ അടപ്പോ മെഡിസിൻ ബോട്ടിലോ കണ്ണിൽ മുട്ടരുത്. ഉപയോഗിച്ച ശേഷം മെഡിസിൻ ബോട്ടിൽ ഭദ്രമായി അടച്ചു വയ്ക്കുക. മെഡിസിൻ ബോട്ടിലിന്റെ ഡ്രോപ്പറുടെ അഗ്രഭാഗം കൈകൊണ്ട് തൊടുകയോ സൂചിയോ മറ്റു ഉപകരണങ്ങളോ ഉപയോഗിച്ച് ദ്വാരങ്ങൾ ഉണ്ടാക്കാനോ പാടുള്ളതല്ല. മെഡിസിൻ ബോട്ടിൽ തുറക്കുന്നതിനായി ബോട്ടിലിന്റെ അടപ്പ് ആദ്യം ഒന്ന് ടൈറ്റ് ആക്കിയതിനു ശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കുക. രാത്രിയിൽ ആദ്യത്തെ 3 ദിവസങ്ങളിൽ മാത്രം ശസ്ത്രക്രിയ ചെയ്ത കണ്ണിന് മുകളിൽ ഐപാഡ്, അതിനു മുകളിൽ ഐഷീൽഡ് എന്ന ക്രമത്തിൽ ടേപ്പ് വെച്ച് ഒട്ടിക്കേണ്ടതാണ്. അടുത്ത ദിവസം രാവിലെ ഒട്ടിച്ചിരിക്കുന്ന ഐപാഡ് എടുത്തു മാറ്റി തന്നിരിക്കുന്ന വൈപ്സ് ഉപയോഗിച്ച് കടക്കണ്ണിന്റെ ഭാഗത്തു നിന്ന് വാൽക്കണ്ണിന്റെ ഭാഗത്തേക്ക് തുടയ്ക്കുക. അതിനുശേഷം തന്നിരിക്കുന്ന നിർദ്ദേശപ്രകാരം തുള്ളിമരുന്നുകൾ ശസ്ത്രക്രിയ ചെയ്ത കണ്ണിൽ മാത്രം ഒഴിക്കാവുന്നതാണ്. ഒരേ സമയം ഒന്നിൽ കൂടുതൽ മരുന്നുകൾ ഒഴിക്കാൻ വരികയാണെങ്കിൽ ഒരു മരുന്നൊഴിച്ച് അല്പസമയത്തിന് ശേഷം വേണം അടുത്ത തുള്ളിമരുന്ന് ഒഴിക്കാൻ. അതിനുശേഷം പകൽ സമയങ്ങളിൽ വെളുത്ത കണ്ണട ഉപയോഗിക്കുക. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പിറ്റേ ദിവസം മുതൽ ശരീരം മാത്രം കഴുകാവുന്നതാണ്. 5 ദിവസത്തിന് ശേഷം സോപ്പോ ഷാമ്പുവോ ഉപയോഗിച്ച് തല നനച്ച് കുളിക്കാവുന്നതാണ്. താളി, പയർപൊടി, കടലപ്പൊടി എന്നിവ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. വായന, TV, മൊബൈൽ എന്നിവ 5 ദിവസത്തേക്ക് ഒഴിവാക്കുക. ഭക്ഷണം കഴിക്കുന്നതിൽ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ ഇല്ല. പുകവലി, മദ്യപാനം, വെറ്റിലമുറുക്ക്, പൊടിവലി മുതലായവ പാടുള്ളതല്ല. പുക, പൊടിപടലങ്ങൾ, കണ്ണിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന മറ്റു സ്ഥലങ്ങൾ എന്നിവയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. 3 ദിവസത്തിന് ശേഷം ഷേവ് ചെയ്യാവുന്നതാണ്. സ്ഥിരമായി കഴിക്കുന്ന എല്ലാ മരുന്നുകളും തുടർന്നും കഴിക്കാവുന്നതാണ്. രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നവർ മാത്രം ശസ്ത്രക്രിയയുടെ പിറ്റേ ദിവസം മുതലോ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ തുടർന്ന് കഴിക്കാവുന്നതാണ്. ഡിസ്ചാർജ് സമ്മറിയിൽ പറഞ്ഞിരിക്കുന്ന വിധം കൃത്യമായി പരിശോധനയ്ക്ക് വരേണ്ടതാണ്. പരിശോധനയ്ക്കായി വരുമ്പോൾ തന്നിരിക്കുന്ന ഡിസ്ചാർജ് സമ്മറി, തുള്ളിമരുന്നുകൾ, വെളുത്ത കണ്ണട എന്നിവ കൊണ്ടുവരിക. പ്രമേഹം, അധിക രക്തസമ്മർദ്ദം, മറ്റ് അസുഖങ്ങളുള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ തുടർന്നും കഴിക്കേണ്ടതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവും രക്തസമ്മർദ്ദവും സാധാരണ നിലയിൽ കൂടുവാൻ പാടുള്ളതല്ല. ഇതിനായി ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. മുൻപ് കണ്ണട ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 2 ആഴ്ച കഴിഞ്ഞുള്ള പരിശോധനയ്ക്ക് വരുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന കണ്ണട കയ്യിൽ കരുതേണ്ടതാണ്. അടിയന്തര ഘട്ടങ്ങളിൽ തന്നിരിക്കുന്ന എമർജൻസി നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്.